ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോക്സിമിറ്റി സെൻസറെ കുറിച്ചാണ്. നമുക്ക് ധാരാളം എൻക്വയറീസ് വരുമ്പോൾ കസ്റ്റമർക്ക് അറിയുന്നില്ല ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാനും അവരുടെ ആവശ്യങ്ങൾ പറയാനും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് സുധീഷ്. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാവുന്ന ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ പ്ലാന്റിനകത്ത് ഈ ഒബ്ജക്ട്സിനെ സെൻസ് ചെയ്യാനാണ് ഇത്തരം സെൻസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുന്നത്. മെറ്റൽ എന്ന് പറയുമ്പോൾ ഫെറസ് മെറ്റൽസ് ഉണ്ട്, അതല്ലാണ്ട് കോപ്പർ, അലുമിനിയം, ബ്രാസ്, ഇങ്ങനെ പലതരം മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മെറ്റൽസും ഇത് ഡിറ്റക്ട് ചെയ്യും. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെൻസിങ് ഡിസ്റ്റൻസ് മാറുന്നുള്ളതാണ്. അത് അതിൻ്റെ ആ സെൻസറിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റ ഷീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് അതിൻ്റെ സെൻസിങ് ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ മാക്സിമം എപ്പോഴും 18 mm ആയിരിക്കും. അതിൽ കൂടുതൽ ഒരിക്കലും ഇത് ഡിറ്റക്ട് ചെയ്യില്ല. പക്ഷേ അതിൽ നിന്ന് കുറഞ്ഞു കൂടി എന്നൊക്കെ ഇരിക്കും. അത് നമ്മൾ എങ്ങനെയാണോ ഈ സെൻസർ പ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ സെൻസിങ് ഡിസ്റ്റൻസ് മാറ്റം വരും. ഇതാണ് ഈ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പാർട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ മെയിൻ ഒരു പാർട്ടാണ് അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത്, അതായത് ഡിറ്റക്ട് ചെയ്യുന്ന ആ ഏരിയ. രണ്ടാമത് അതിൻ്റെ ബോഡി തന്നെയാണ്. മൂന്നാമത് വരുന്നത് അതിൻ്റെ വയറ്. പിന്നെ അതേപോലെ ഇൻഡിക്കേഷൻ ലൈറ്റ്, ഈ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു ഇൻഡക്റ്റീവ് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ഇൻഡക്റ്റീവ് സെൻസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നടക്കുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് അതിനകത്ത് തന്നെ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് വരുന്നത്, ഈ മെറ്റൽ വന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിലവിൽ അതായത് ഈ മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്തൊരു ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ടാവും, അതിനകത്തൊരു ആംപ്ലിറ്റ്യൂഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി സെറ്റായിരിക്കും. അതിനകത്ത് ഓസിലേറ്റർ സർക്യൂട്ട് വെച്ച് ഇത് സെറ്റായിരിക്കും. ഇനി എപ്പോഴാണോ ഈ മെറ്റൽ ഈ സെൻസറിന് അടുത്തോട്ട് വരികയും ഈ സെൻസറിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുകയും ചെയ്യുന്നത്, ആ സമയത്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരും. അങ്ങനെ ആ ഒരു സെൻസർ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് സർക്യൂട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഈ സർക്യൂട്ട് ഡിറ്റക്ട് വെച്ചിരിക്കുന്നത് തന്നെ ഒരു ആംപ്ലിറ്റ്യൂഡിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ടാവും അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പോയിന്റിൻ്റെ മേലെയാണ് വരുന്നതെങ്കിൽ ആ സെൻസർ ഓൺ ആവും, നമുക്ക് ഇൻഡിക്കേഷൻ ലൈറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ പോയിന്റ് ആണ് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത്. ഹിസ്റ്റീരിസിസ് എന്ന് പറഞ്ഞാൽ നത്തിങ്, നമ്മളൊരു സെൻസർ ഉപയോഗിക്കുന്നു. ആ സെൻസർ മെറ്റലിനെ ഡിറ്റക്ട് ചെയ്യുമല്ലോ. സെൻസറിന് അടുത്ത് എത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഫോർ എക്സാമ്പിൾ 18 mm ആണ് ഇതിൻ്റെ സെൻസിങ് ഡിസ്റ്റൻസ് എങ്കിൽ, ആ 18 mm അടുത്ത് എത്തുന്ന സമയത്ത് ഇത് സെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് വെച്ച് നമുക്ക് അതിൻ്റെ സെൻസിങ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പക്ഷേ ഈ മെറ്റൽ നമ്മൾ റിമൂവ് ചെയ്യാണ്, പുറകിലോട്ട് എടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഇതിൻ്റെ സെൻസിങ് കട്ടാവില്ല. ഒരു ചെറിയൊരു ടോളറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അതൊരു 2 mm 3 mm കഴിഞ്ഞിട്ട് പുറകിലോട്ട് എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ സെൻസിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് അത് റിമൂവ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് പറയുന്നത് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റീരിസിസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ, PLCയിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻസിങ്ങിൻ്റെ ആ ഗ്യാപ്പ് നമ്മൾ കാണേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ നമുക്ക് കൊടുക്കുമ്പോൾ ഇത് വർക്കാവില്ല. അതായത് ഈ ഒരു ഡിലേ നമ്മുടെ പല ആപ്ലിക്കേഷനും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹിസ്റ്റീരിസിസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഇൻഡക്റ്റീവ് സെൻസറിൻ്റെ ബോഡിയുടെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് 2 രീതിയിൽ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് ഷീൽഡഡ് ടൈപ്പും അൺഷീൽഡഡ് ടൈപ്പുമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീൽഡ് ടൈപ്പിനകത്ത് ഈ മെറ്റൽ അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ട് വന്നാൽ മാത്രമേ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതിനർത്ഥം അതിനകത്തുള്ള കോയിൽ ഉണ്ടല്ലോ, ആ കോയിലിന് ചുറ്റും ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെറ്റൽ അടുത്തെത്തിയാൽ മാത്രമേ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. മീൻസ് വളരെ ക്ലോസ്ഡ് ആയിട്ട് ആ ഒരു റേഡിയസിൽ വന്നാൽ മാത്രമേ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. രണ്ടാമതാണ് അൺഷീൽഡഡ്.
അൺഷീൽഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഫേസ് ഉണ്ടല്ലോ, സെൻസിങ്ങിൻ്റെ ആ ഒരു ഫേസ് അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല. മീൻസ് അതിനകത്തുള്ള കോയിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആംഗിളിൽ ഇത് മാഗ്നറ്റിക് അതായത് വേവ്സ് സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന മെറ്റൽ, അതായത് ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒബ്ജക്റ്റ് ഇതിൻ്റെ ഏകദേശം ഈ ഒരു ആംഗിളിൽ എത്തിയാൽ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൻസറിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് വരിക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു സെൻസർ വേണമെങ്കിൽ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നിങ്ങളെ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന മെയിൻ കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാമെന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു പാരാമീറ്ററാണ് ഇതിന് NO/NC എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ NO ആയിട്ട് ആക്ട് ചെയ്യണോ അതേപോലെ NC ആയിട്ട് ആക്ട് ചെയ്യണോ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു സംഗതിയാണ് ഇതിനകത്ത് PNPയും അതേപോലെ NPNലും നമുക്ക് സെൻസർ അവൈലബിൾ ആണ്. PNPയും NPNും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് PNP ആണെങ്കിൽ അത് +24 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് അതിനകത്ത് സെൻസ് ചെയ്യുമ്പോൾ വരിക. NPN ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും വരിക, -24 ആയിരിക്കും വരിക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പിന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ സെൻസിങ് ഡിസ്റ്റൻസ് ആണ്. അത് 18 mm അല്ലെങ്കിൽ 6 mm 9 mm അങ്ങനെ സെൻസിങ് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ചില സെൻസറുകളുടെ ക്വാളിറ്റിയും അതേപോലെ തന്നെ സ്പെക്കും ഒക്കെ മാറി മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെൻസിങ് ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡാണ്, ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത്. നമുക്കറിയാം മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് മുതൽ എപ്പോഴും ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഹൈ എൻഡ് സീരീസ് വരെയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡും അതിനകത്തുള്ള ഒരു സൊല്യൂഷനും നിങ്ങൾ ചോദിക്കുക. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ ഡയമീറ്റർ ആണ്, അതായത് 16 mm ആയിരിക്കും ചിലത് അതിൻ്റെ ആ സെൻസർ ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയുടെ ഡയമീറ്റർ. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഉപയോഗിക്കുന്ന സെൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പർ ഷെയർ ചെയ്ത് തരാൻ ഞങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പാരാമീറ്റർ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളൊരു സെൻസർ ചൂസ് ചെയ്യാനായിട്ട്. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് കപ്പാസിറ്റീവ് ടൈപ്പ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യാസം വരുന്നത് ഒന്നേ ഉള്ളൂ. അവിടെ ഇൻഡക്റ്റീവ് ടൈപ്പാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നതെങ്കിൽ ഇവിടെ കപ്പാസിറ്റൻസ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്ററെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് മാറുന്നത് അതിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയയും ലെങ്ത്തും ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അതുകൂടാണ്ട് അതിനകത്ത് വെച്ചിട്ടുള്ള ഡൈഇലക്ട്രിക് മീഡിയം ഇതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വോള്യത്തിനനുസരിച്ചിട്ടുമാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് മാറുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ കപ്പാസിറ്റീവ് മെഷർമെൻറ്റ് അതായത് കപ്പാസിറ്റീവ് ടൈപ്പ് സെൻസർ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലിക്വിഡിൻ്റെ ലെവൽ മെഷർമെൻറ്റ്, അതുപോലെ പ്ലാസ്റ്റിക്, വുഡ് ഇത്തരം നോൺ മെറ്റാലിക് ഐറ്റംസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റൻസ് ടൈപ്പ് സെൻസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഇവിടെയും അതേപോലെ ഒരു ഓസിലേഷൻ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതായത് ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഒരു വേവ്സ് ഉണ്ടാവും, ഒരു ആംപ്ലിറ്റ്യൂഡ് അവിടെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെൻസിങ് പാർട്ട് കൊടുത്തിട്ടുണ്ടാവും, അതായത് ഓസിലേറ്റർ സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം നമുക്കറിയാം, ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ അളവ് മാറുമ്പോൾ ഇതിൻ്റെ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറും. ആംപ്ലിറ്റ്യൂഡ് മാറുന്ന സമയത്ത് അവിടെ ഒരു ഡിറ്റക്റ്റീവ് സർക്യൂട്ട് വെച്ചിട്ട് എപ്പോൾ ഈ ഒബ്ജക്റ്റ് അടുത്ത് വരുന്നോ ആ സമയത്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് വരികയും ആ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓസിലേറ്റർ സർക്യൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി അത് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. NO/NC എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ വേണ്ട അത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റീവ് ടൈപ്പ് പ്രോക്സിമിറ്റി സെൻസറിലും സെയിം സ്പെസിഫിക്കേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. NO/NC രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ PNPയും NPNും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. ബാക്കി നമ്മൾ ഇൻഡക്റ്റീവിൽ പറഞ്ഞ അതേ സ്പെസിഫിക്കേഷൻ ആണ്. അതിൻ്റെ സൈസ്, സെൻസിങ് ഡിസ്റ്റൻസ് ഇതൊക്കെ മാറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചോദിച്ച് തന്നെ വാങ്ങിക്കുക. മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡ് തുടങ്ങിയിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള ഐറ്റംസ് വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി വേണമെന്നുള്ളത് ചോദിച്ച് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ
കൺക്ലൂഷനിലേക്ക് വരാം. ഇതിനകത്ത് രണ്ട് തരം സെൻസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇൻഡക്റ്റീവ് ടൈപ്പും കപ്പാസിറ്റീവ് ടൈപ്പും. അപ്പോൾ ഇതിനകത്ത് ഇൻഡക്റ്റീവ് ടൈപ്പ് എപ്പോഴും മെഷർ ചെയ്യുന്നത് മെറ്റൽസിനെയും, കപ്പാസിറ്റീവ് ടൈപ്പ് സെൻസർ എപ്പോഴും നോൺ മെറ്റാലിക് ഐറ്റംസിനെ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുക. ഇൻഡക്റ്റീവ് സെൻസർ വൈഡ് റേഞ്ചിൽ അവൈലബിൾ ആണ്, ഇത് നമുക്ക് ഒരു ലിമിറ്റഡ് ആണ്. അതേപോലെ കപ്പാസിറ്റീവ് ടൈപ്പ് സെൻസറിനകത്ത് നമുക്ക് അതിനകത്ത് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സെൻസിങ്ങിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഇതിനകത്ത് പറയാനുള്ള ഒരു ഹൈലൈറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സ്പെസിഫിക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ NO ആണോ NC ആണോ എന്നുള്ളത് നോക്കി വാങ്ങിക്കുക. പിന്നെ അതുപോലെ PNP ആണോ NPN ആണോ എന്നും കൂടെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. ഇതാണ് ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതിനകത്ത് ഫീഡ്ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.